നമസ്കാരം, ന്യൂസ് 3ലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈയിടെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരിക്കുന്ന ഒരു വിഷയമാണ് കെമിക്കൽ ഹെയർ ട്രീറ്റ്മെന്റുകളും അതിനെ തുടർന്നുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളും. 17-ാം വയസ്സിൽ ഹെയർ സ്ട്രെയിറ്റനിങ് ട്രീറ്റ്മെന്റ് ചെയ്ത പെൺകുട്ടി സ്ഥിരം ഡയാലിസിസ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വരെ എത്തി എന്ന കുറിപ്പൊക്കെ വളരെയധികം സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ്. അത് നമ്മളെയൊക്കെ വലിയ ആശങ്കപ്പെടുത്തുന്നുമുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അതേക്കുറിച്ചാണ്. നമുക്കൊപ്പം അതിഥിയായി ചേരുന്നത് കൊച്ചി അമൃത ഹോസ്പിറ്റലിലെ ഡെർമറ്റോളജി വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ സൗമ്യ ജഗദീശനാണ്. ഡോക്ടർ, സ്വാഗതം ന്യൂസ് 3ലേക്ക്. ഡോക്ടർ, ഞാൻ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഒരുപാട് പേര് ഹെയർ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് മുൻപൊക്കെ ചുരുണ്ട മുടിക്കാരാണെങ്കിൽ അവർ അവസാനം വരെയും ആ ചുരുണ്ട മുടിയിൽ തുടരുന്നവരായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും സ്ട്രെയിറ്റ് ഹെയർ ആയിട്ടുള്ളവർക്ക് ചുരുണ്ട മുടിയിലേക്ക് മാറാം, ചുരുണ്ട മുടിയുള്ളവർക്ക് സ്ട്രെയിറ്റ് ഹെയറിലേക്ക് മാറാം. അങ്ങനെ പല പല ട്രീറ്റ്മെൻറ്റ്സ്. അതിലേക്ക് ഒരുപാട് പെൺകുട്ടികളായാലും വീട്ടമ്മമാരാണെങ്കിലും ഒക്കെ പ്രായഭേദമന്യേ പോകുന്നുമുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇപ്പോഴത്തെ ഈ വാർത്തകൾ, പുതിയ പഠനമൊക്കെ നമ്മളെ വലിയ രീതിയിൽ ആശങ്കപ്പെടുന്നുണ്ട്. എന്താണ് ആമുഖമായി പറയാനുള്ളത്? തീർച്ചയായിട്ടും വലിയ ആശങ്ക ജനിപ്പിക്കുന്ന റിപ്പോർട്ട്സ് ആണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ മിക്ക ആൾക്കാരും ഈ ഹെയർ സ്ട്രെയിറ്റനിങ്ങിനെ കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്നവരാണ്. ഒരു സൊഫിസ്റ്റിക്കേഷന്റെയും ഗ്രൂമിങ്ങിന്റെയും ഭാഗമായിട്ട് നമ്മുടെ മുടി മാറിക്കഴിഞ്ഞു. അപ്പൊ മുടിയുടെ ഒരു സ്ട്രെയിറ്റ് ലുക്ക് അല്ലെങ്കിൽ വളരെ കേളി ആയിട്ടുള്ള ലുക്ക് എല്ലാവരും സ്കിന്നിലും ഹെയറിലും ഒക്കെ ഒരുപാട് ശ്രദ്ധ ചെലുത്തുന്നവരുമാണ്. അപ്പോ ഈ സ്ട്രെയിറ്റനിങ് എന്ന് പറയുന്ന ഒരു സംഗതി നമ്മളൊരു 20 years ആയിട്ടെങ്കിലും ഇപ്പൊ കാണുന്നതാണ്. അപ്പൊ പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പോഴത്തെ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾ കുറച്ചും കൂടി സേഫർ ആണെന്നുള്ള ഒരു ഒരു ബോധത്തിലായിരുന്നു. പക്ഷെ ഇപ്പൊ വരുന്ന റിപ്പോർട്ട്സ് വളരെ ആശങ്ക ജനിപ്പിക്കുന്നതാണ്. നേരത്തെ കേട്ട പോലെ ഇതിനൊരു ഒരു ഹിസ്റ്ററി ഉണ്ട്, ഒരു ലോങ് ഹിസ്റ്ററി ഉണ്ട്. ഈ സ്ട്രെയിറ്റനിങ് നമുക്ക് പല പല രീതിയിൽ, ആദ്യം പെർമനന്റ് സ്ട്രെയിറ്റനിങ് ആയിരുന്നു. അതിൽ കുറച്ചും കൂടി മുടി റഫ് ആവുമായിരുന്നു, ഡ്രൈ ആവുമായിരുന്നു. അത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ പുതിയതായിട്ട് വരുന്ന ഗ്രോത്ത് മാത്രമേ നമ്മൾ ലൈവ് റിലാക്സേഴ്സ് എന്ന് പറയുന്ന കാര്യങ്ങളായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം നമ്മൾ അത് മാറ്റി തയോഗ്ലൈക്കോളൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കെമിക്കൽസ് വെച്ചിട്ടുള്ള സംഗതികളായിരുന്നു. പിന്നെ വളരെയധികം പ്രചാരത്തിൽ വന്നതാണ് ബ്രസീലിയൻ കെരറ്റിൻ ട്രീറ്റ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ഫോമാൽഡിഹൈഡ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ റിലീസ് ചെയ്യുന്ന സ്ട്രെയിറ്റ്നേഴ്സ് ആയിരുന്നു കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. കെരറ്റിൻ, സാധാരണ കെരറ്റിൻ അല്ല, ബ്രസീലിയൻ കെരറ്റിൻ ട്രീറ്റ്മെന്റ്. അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു സ്ലീക്ക്, ഒരു സ്ട്രെയിറ്റ് ലുക്ക് തരുമായിരുന്നു. അത് വളരെ പ്രചാരത്തിലുണ്ടായിരുന്നു. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് ഈ ഫോമാൽഡിഹൈഡ് റിലീസിംഗ് ആയിട്ടുള്ള കെമിക്കൽസ് പലപ്പോഴും ക്യാൻസേഴ്സിന് കാരണമാകാം. അപ്പൊ അത് ലുക്കീമിയ, നേസോഫെറിഞ്ചൽ ക്യാൻസേഴ്സിനൊക്കെ കാരണമാകാം എന്നൊക്കെ പറഞ്ഞിട്ട് റിപ്പോർട്ട്സ് വന്നു. അങ്ങനെ അത് മാറ്റി പിന്നീട് പ്രചാരത്തിൽ വന്നത് ഈ ഫോമാൽഡിഹൈഡ് ഫ്രീ എന്ന് പറയുന്ന പല രീതിയിലുള്ള റിലാക്സർ സ്ട്രെയിറ്റനിങ് ഏജൻസ് ഒക്കെ വന്നു. അപ്പൊ അതിൽപ്പെട്ടതാണ് ഈ ഗ്ലൈക്കോക്സിലിക് ആസിഡ്. അതാണ് ഇപ്പൊ വാർത്തകളിൽ നിറയുന്നത്. ഈ ഫോമാൽഡിഹൈഡ് ഫ്രീ ആണെങ്കിലും ഈ ഗ്ലൈക്കോക്സിലിക് ആസിഡ് ഉള്ള സ്ട്രെയിറ്റനിങ് പ്രോഡക്ട്സും അപ്പാരന്റ്ലി സേഫ് അല്ല. ഈ ഗ്ലൈക്കോക്സിലിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ അത് ഓക്സിലേറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുകയും ശരീരത്തിലെ കാൽഷ്യവുമായിട്ട് ചേർന്നിട്ട് അത് കാൽഷ്യം ഓക്സിലേറ്റ് എന്ന് പറയുന്ന സ്റ്റോൺസ് ആയി മാറും. അതൊരു ക്രിസ്റ്റലൈസ് ചെയ്യും. അപ്പൊ അത് കിഡ്നിയിൽ എത്തുമ്പോൾ, കിഡ്നി അറിയാലോ ഒരു അരിപ്പ പോലത്തെ സാധനമാണ്. അപ്പൊ അതില് നമ്മുടെ ഫിൽട്ടർ ചെയ്യുന്ന ജോലിയാണ് കിഡ്നിക്ക്. അപ്പൊ അവിടെ പോയിട്ട് ഈ ക്രിസ്റ്റൽസ് പോയിട്ട് അവിടെ ഡാമേജ് ഉണ്ടാക്കും. നമ്മുടെ കിഡ്നിയുടെ ട്യൂബ്യൂൾസിന് ഡാമേജ് ഉണ്ടാക്കി ഒരുപാട് പേഷ്യൻസിൽ അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് പറഞ്ഞ അവസ്ഥ വന്നിട്ടുണ്ട്. അക്യൂട്ട് റീനൽ ഫെയിലിയർ കാരണം ഡയാലിസിസ് പോലും ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പേഷ്യന്റ് ഈയിടെ അങ്ങനെ അഡ്മിറ്റ് ആയതായിട്ട് നമ്മളെല്ലാവരും റിപ്പോർട്ട്സ് വായിച്ചു. മാത്രമല്ല ഇതിനെക്കുറിച്ച് കഴിഞ്ഞ ഒരു 7-8 വർഷമായിട്ട് ഇങ്ങനെ പല പല റിപ്പോർട്ട്സ് വരുന്നതായിട്ട് പഠനങ്ങളുമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്ലൈക്കോക്സിലിക് ആസിഡ് എന്ന് പറയുന്ന പ്രോഡക്റ്റും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നായിട്ട് ഇപ്പൊ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ ഡോക്ടർ, നമ്മൾ ഈ പ്രോഡക്ട്സിനെ കുറിച്ച് പറയുമ്പോൾ ഒരിക്കലും ഒരു പാർലറിൽ പോയിട്ട് നമ്മൾ ഈ പ്രോഡക്റ്റ് ഏതാണ് എന്ന് ചോദിക്കുന്നവർ വളരെ വിരളമായിരിക്കും. അതിനെക്കുറിച്ച് ധാരണയുള്ളവർ വളരെ വിരളമായിരിക്കും. നമുക്ക് ആവശ്യമുള്ള ട്രീറ്റ്മെന്റ് പറയും, അവരുടെ കയ്യിലുള്ള പ്രോഡക്റ്റ് വെച്ച് അവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് എത്രത്തോളം ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്? ഇപ്പൊ ഈ റിപ്പോർട്ട്സിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലായിട്ടുള്ളത് എന്താ വെച്ചാൽ വീൽ ഹാവ് ടു ബി വെരി കെയർഫുൾ. അപ്പൊ സ്ട്രെയിറ്റനിങ് ചെയ്യാത്ത ആൾക്കാർ കുറവാണ്, കുറെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. നമുക്ക് അതിനെ കുറ്റം പറയാനും പറ്റില്ല. ഇപ്പോഴത്തെ ഒരു ഒരു ഗ്രൂമിങ്ങിന്റെ ഒരു അപ്പിയറൻസിന്റെ ഒക്കെ ഭാഗമായിട്ട് അത് മാറിയിരിക്കുകയാണ്. പക്ഷെ നമ്മള് കുറച്ച് കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അതാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഓഫ് കോഴ്സ് വി നീഡ് മോർ ക്ലാരിറ്റി. ഒന്ന്, നമ്മൾ ചൂസ് ചെയ്യുന്ന പാർലർ, ചൂസ് ചെയ്യുന്ന ആ ഒരു സ്റ്റൈലിസ്റ്റ്, ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ്, ഇതിലെല്ലാത്തിലും നമുക്ക് ശ്രദ്ധ വേണം.
അപ്പോ ഈ പറഞ്ഞ പോലെ നല്ല വെന്റിലേഷൻ ഉള്ള ഒരു സ്ഥലം. കാരണം ഈ കെമിക്കൽസ് ഒക്കെ നമ്മൾ എന്തുണ്ടാണ്, ഇത് നമ്മൾ ഇൻഹലേഷൻ ആണ് ഇതിന്റെ മെയിൻ റൂട്ട് ഓഫ് എൻട്രി ബോഡിയിലേക്ക്. അപ്പൊ നമ്മളത് ബ്ലോ ഡ്രൈ ചെയ്ത ഹീറ്റും എല്ലാം കൂടി ആകുമ്പോൾ ലങ്സിൽ ത്രൂ ആണ് ഇത് ബോഡിയിൽ പ്രവേശിക്കുന്നത്. അതുകൂടാതെ അത് ബ്ലഡ് സ്ട്രീമിലേക്ക് അങ്ങനെയാണ് മിക്സ് ആവും. അങ്ങനെയാണ് ഈ കെമിക്കൽസ്, അല്ലെങ്കിൽ നമ്മൾ പരട്ടുന്ന സാധനമല്ലേ, കഴിക്കുന്നതല്ലല്ലോ. പിന്നെ നമ്മുടെ ബോഡിയിൽ നമ്മുടെ സ്കാൽപ്പിൽ മുറിവുകൾ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിന്റെ എൻട്രി കൂടും. പിന്നെ ഉപയോഗിക്കുന്ന ക്വാണ്ടിറ്റി, ഉപയോഗിക്കുന്ന പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി, ഇൻഗ്രീഡിയൻസ്, ഇതെല്ലാം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റൈലിസ്റ്റും ഒരു നല്ല വെന്റിലേഷനുള്ള ഒരു ഒരു പാർലറും നമ്മൾ സെറ്റിംഗും ഒക്കെ ചൂസ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് മുറിവുകളും മറ്റു കാര്യങ്ങളും ഉള്ളപ്പോൾ അത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. മാത്രമല്ല നമ്മുടെ സ്കാൽപ്പിൽ നിന്ന് നിശ്ചിതമായിട്ടുള്ള അകലം പാലിച്ചിട്ട് മാത്രമേ ഈ കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കഴിയുന്നതും സ്കിന്നുമായിട്ട് കോൺടാക്ട് വയ്ക്കുക. കാരണം സ്കിന്നും അനാദർ പോർട്ടൽ ഓഫ് എൻട്രി ആണ്. സ്കിന്നിൽ കൂടിയും അത് ഉള്ളിലേക്ക് പ്രവേശിക്കാം. അപ്പൊ ഇതെല്ലാം ശ്രദ്ധിക്കണം. ഇൻഗ്രീഡിയൻസിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ പലതരം പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇപ്പൊ സാധാരണഗതിയിൽ നമ്മൾ ഈ ഹെയർ ബൊട്ടോക്സ് അങ്ങനെയൊക്കെയുള്ള പ്രൊസീജിയേഴ്സ് കൂടുതലും കണ്ടീഷനിങ് ആണ് ചെയ്യുന്നത്. അതിൽ കെമിക്കൽസ് യൂസ് ചെയ്യുന്ന സ്ട്രെയിറ്റ്നേഴ്സ് ഉപയോഗിക്കേണ്ട കാര്യമില്ല. പിന്നെ ഹീറ്റ് മാത്രം നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളുണ്ട്. ചില കെരറ്റിൻസ്, അമിനോ ആസിഡ്സ് മാത്രം യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ സ്ട്രെയിറ്റനിങ് കെമിക്കൽസ് ഒന്നും വരുന്നില്ല. പിന്നെ പക്ഷെ ചിലതിൽ ഇപ്പൊ ചില നാനോപ്ലാസ്റ്റിയ കിഡ്സിലൊക്കെ ഫ്യൂസീഡ്ലി ഗ്ലൈക്കോക്സിലിക് ആസിഡ് ഒക്കെ കാണാം. അപ്പൊ അങ്ങനെ നമുക്ക് വാട്ട് വി അണ്ടർസ്റ്റാൻഡ് ഇസ് നമുക്ക് അതിൽ കൈ കഴുകാൻ പറ്റില്ല. ആരാണോ, ആഫ്റ്റർ ഓൾ ഹെൽത്ത് നമ്മുടെ ആണല്ലോ. അപ്പോ ആരാണോ ഇത് ചെയ്യുന്നത് അവര് കെയർഫുള്ളി ഈ കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യും. ഇൻഗ്രീഡിയന്റ് ലിസ്റ്റ് ചോദിക്കുക, ഏത് പ്രോഡക്റ്റ് ആണ് ഉപയോഗിക്കുന്നത്, അതിൽ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ഉള്ളത് എന്നൊക്കെ സ്റ്റൈലിസ്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് തന്നെയായിരിക്കും ഇനിയുള്ള വേ ഫോർവേഡ്. ഓക്കെ, ഡോക്ടർ പറയുമ്പോൾ സത്യത്തിൽ പേടിയാവുന്നു. നമ്മൾ മുൻപ് ഞാനടക്കമുള്ള ആളുകൾ, ഞാനും ഇത് ചെയ്തിട്ടുള്ള ആൾ തന്നെയാണ്. അപ്പോൾ നമ്മളൊരിക്കലും ഈ ചെയ്യുന്ന ആൾ ചിലപ്പോൾ മാസ്ക് ഇട്ടിട്ടായിരിക്കും ചെയ്യുന്നത്, പക്ഷെ ചെയ്യുന്ന നമ്മുടെ തലയിലാണെങ്കിൽ നമ്മൾ മാസ്ക് ഇടാറില്ല. ഇത് നമ്മുടെ ശ്വാസം വഴിയാണ് അകത്തേക്ക് പോകുന്നത് എന്നുള്ള ചിന്തയോ ഒന്നും നമുക്ക് വരുന്നില്ല. പുറത്തല്ലേ പുരട്ടുന്നത് എന്നുള്ള ഒരു സമാധാനത്തിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. മറ്റൊന്ന് ഈ പറഞ്ഞ പോലെ സ്കാൽപ്പിൽ പറ്റുന്ന കാര്യം, അത് പലയിടത്തും അവർ ശ്രദ്ധിക്കാതെ അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ എളുപ്പത്തിന് വേണ്ടിയോ എല്ലായിടത്തും ഇപ്പം വലിയ തിരക്കുള്ള പാർലറുകളിലേക്കാണ് എല്ലാവരും കൂടുതലും ചൂസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊന്നും പലയിടത്തും പാലിക്കപ്പെടുന്നില്ല എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാകുന്നുമുണ്ട്. ഇത് സത്യത്തിൽ ഒരു മാനദണ്ഡം അവിടെയും വരേണ്ടതല്ലേ ഡോക്ടർ? തീർച്ചയായിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഹലേഷൻ, ഈ സംഭവങ്ങൾ ഇപ്പൊ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് വൺ ഓഫ് ഇൻസിഡൻസ് ആണ്. അപ്പൊ ഇതെല്ലാം കൊണ്ട് നമ്മൾ മൊത്തത്തിൽ ഈ ചെയ്യുന്ന എല്ലാവർക്കും കിഡ്നി ഫെയിലിയർ വരുന്നു ഒന്നുമല്ല അതിന്റെ അർത്ഥം. പക്ഷെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പൊ ചില സമയങ്ങളിൽ ഇങ്ങനെ വരാമെന്നുള്ള അവയർനെസ് നമുക്ക് വേണം. ഈ ചെയ്യുന്ന കസ്റ്റമറിനെ അപേക്ഷിച്ചിട്ട് റിസ്ക് എപ്പോഴും കൂടുതൽ സ്റ്റൈലിസ്റ്റിനാണ്. കാരണം അവരെ സംബന്ധിച്ചത് റിപ്പീറ്റഡ് ക്യുമുലേറ്റീവ് എക്സ്പോഷർ, അവർ ഡെയിലി ഇത് ചെയ്യുകയാണ്. അപ്പൊ ഈ കെമിക്കൽസ് എല്ലാം ഇൻഹലേഷൻ ചെറിയ എമൗണ്ടിലാണെങ്കിൽ കൂടിയും അവർക്കത് ക്യുമുലേറ്റീവ് ആയിട്ട് വരുമ്പോൾ അവർക്ക് ഹെൽത്ത് റിസ്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഗൈഡ് ലൈൻസ് എന്തായാലും വേണ്ടതാണ്. ഇങ്ങനത്തെ ടോക്സിറ്റി ഒക്കെ റിപ്പോർട്ടഡ് ആകുന്ന സാഹചര്യത്തിൽ ഡെഫിനറ്റ്ലി ആ പാർലറിന്റെ വെന്റിലേഷൻ നല്ല ഇതുണ്ടോ, എത്ര എമൗണ്ട് നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്നുണ്ട്, എങ്ങനെ ഇൻഗ്രീഡിയൻസ് എങ്ങനത്തെയാണ് ഉള്ളതിനെ കുറിച്ച് തീർച്ചയായിട്ടും ഗൈഡ് ലൈൻസ് വരേണ്ടതാണ്. ഈ ഒരു അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി വരാൻ മാത്രം എമൗണ്ട് ഓഫ് ഡ്രഗ്, എമൗണ്ട് ഓഫ് ആ കെമിക്കൽ എങ്ങനെ ഉള്ളിലേക്ക് പോയി എന്നുള്ളതിനെ കുറിച്ചും നമ്മൾ കൂടുതൽ, കാരണം അത് സ്കിന്ന് വഴിയാണോ ഇൻഹലേഷൻ വഴിയാണോ ക്വാണ്ടിറ്റി കൂടിയതാണോ, ഇതെല്ലാത്തിനെ കുറിച്ചും കൂടുതൽ നമുക്ക് ക്ലാരിറ്റി വരേണ്ടതായിട്ടും ഉണ്ട്. അപ്പൊ ഇതെല്ലാം പോസിബിലിറ്റീസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. കാരണം ഇസ്രായേലിൽ നിന്ന് തന്നെ ഇപ്പോൾ റിപ്പോർട്ട്സ് കഴിഞ്ഞ വർഷം പബ്ലിഷ് ആയിട്ടുണ്ട്. ഒരു സീരീസ് ഓഫ് പേഷ്യൻസ് ഫോളോയിങ് ഈ പറഞ്ഞ പോലെ ഗ്ലൈക്കോക്സിലിക് ആസിഡ് ഉള്ള കെമിക്കൽസ് ഉപയോഗിച്ചിട്ടുള്ള സ്ട്രെയിറ്റനിങ്ങിന് ശേഷം അവർക്ക് കിഡ്നി ഇഞ്ചുറി വന്നതായിട്ടൊക്കെ റിപ്പോർട്ട്സ് ഉണ്ട്. സോ വി നോ ദാറ്റ് ദിസ് ഇസ് എ റിയാലിറ്റി. പക്ഷേ വെൻ കമ്പയർഡ്, ഈ നമ്പേഴ്സ് ആർ ലെസ് വെൻ കമ്പയർഡ് ടു ദ നമ്പർ ഓഫ് പീപ്പിൾ ഹു ഡു ഇറ്റ്. ചെയ്യുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എവരിബഡി ഈസ് ഡൂയിങ് ഇറ്റ്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ അത് നമ്പേഴ്സ് ആർ ലെസ്. അപ്പൊ നമുക്കിപ്പോ വേണ്ടത് മുൻകരുതലാണ്. അല്ലാതെ ഇതൊരു അലാമായിട്ട് ചെയ്യുന്ന എല്ലാവർക്കും വരും എന്നല്ല. അവിടെ തീർച്ചയായിട്ടും പക്ഷെ മുൻകരുതലുകളുടെ ആവശ്യമുണ്ട്, അവിടെ വ്യക്തതയുടെയും ആവശ്യമുണ്ട്. ഓക്കെ, ഇത് എന്തെങ്കിലും ഇതുവരെ ചെയ്തവർ എന്തെങ്കിലും പരിശോധനയോ മറ്റോ നടത്തേണ്ടതുണ്ട് ഡോക്ടർ? കാരണം ഈ കെരാറ്റിൻ അടക്കമുള്ള ട്രീറ്റ്മെന്റ്സിനൊക്കെ പറയുന്ന കാലാവധി എന്ന് പറയുന്നത് വെറും 3 മാസം അല്ലെങ്കിൽ 4 മാസമാണ് മാക്സിമം. അതുകൊണ്ട് തന്നെ ഒരു വർഷത്തിൽ അത് എത്ര തവണ ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതൊക്കെ ഇപ്പോൾ ഇത് നമ്മുടെ ഷോ കണ്ടുകൊണ്ടിരിക്കുന്ന എത്രയോ പേർ ഇത് ചെയ്തിട്ടുള്ളവരായിരിക്കും, അവർക്ക് ആശങ്കയുണ്ടാകും. അപ്പോൾ എങ്ങനെയാണ് അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? നമുക്ക് എന്തെങ്കിലും ടെസ്റ്റുകളോ പരിശോധനയോ മറ്റോ ചെയ്യേണ്ടതുണ്ടോ? ഈ ഇപ്പോഴത്തെ റിപ്പോർട്ട്സ് പ്രകാരം ഈ ഓക്സലേറ്റ് നെഫ്രോപ്പതി എന്ന് പറയുന്ന ഒരു അവസ്ഥ വരാം. ഈ ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് നമ്മളുടെ
കിഡ്നിയിൽ പോയിട്ട് ക്രിസ്റ്റലൈസ് ചെയ്തിട്ട് അവിടെ കിഡ്നിക്ക് ഡാമേജ് വരുത്തുന്ന ഒരു അവസ്ഥ വരാം. യൂഷ്വലി അത് അക്യൂട്ട് ആയിട്ടാണ് വരാറുള്ളത്. അക്യൂട്ട് ആയിട്ട് വരിക മീൻസ് പെട്ടെന്നാണ് നമ്മൾ ചെയ്ത വിത്തിൻ ഡേയ്സ് അത് വരേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ അവർക്ക് ആ സമയത്ത് വല്ല ഛർദി പോലെയോ ക്ഷീണം പോലെയോ വയറുവേദന പോലെയോ ഒക്കെ അനുഭവപ്പെടാം. കൂടാതെ മൂത്രം ഒഴിക്കുന്ന അളവിൽ വ്യത്യാസം കുറവ് അനുഭവപ്പെടാം. മൂത്രത്തിന്റെ കളറിൽ വ്യത്യാസം വരാം. അപ്പൊ ഒരു ബാക്ക് ഏക്ക്, നോസിയ, വൊമിറ്റിംഗ്, അബ്ഡോമിനൽ പെയിൻ ഇതൊക്കെയാണ് അതിന്റെ മെയിൻ സിംറ്റംസ്. ഫെറ്റിക്, ക്ഷീണമായിട്ടും വരാം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ആ വിത്തിൻ നമ്മുടെ സ്ട്രെയിറ്റനിങ് പ്രൊസീജിയർ കഴിഞ്ഞിട്ട് വിത്തിൻ എ ഫ്യൂ ഡേയ്സ് അത് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഉടനെ അതിനൊരു മെഡിക്കൽ പരിശോധന നടത്തേണ്ടതാണ്. അല്ലാതെ ഉള്ള എല്ലാവർക്കും ഇതൊരു പറഞ്ഞ പോലെ ഒരു റിപ്പീറ്റഡ് പ്രൊസീജിയർ അല്ലാത്തത് കൊണ്ട് ഒരു ക്രോണിക് ഇതിനുള്ള സാധ്യതകൾ കുറവാണ്. എന്നിരുന്നാലും മൾട്ടിപ്പിൾ മൾട്ടിപ്പിൾ ഇങ്ങനത്തെ പ്രൊസീജിയേഴ്സ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ ക്ഷീണമോ മറ്റ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതില് കിഡ്നി അത് ഒരു ഡോക്ടറെ കാണുക എന്നുള്ളതാണ്. നമുക്ക് എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഓക്കെ. അല്ലാതെ ഒരു ആശങ്കയ്ക്ക് ചെയ്തു പോയവരെല്ലാവരും പോയിട്ട് ഇപ്പൊ നമ്മൾ പ്രത്യേകിച്ച് ടെസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നതിൽ വലിയ അർത്ഥം കാണുന്നില്ല. ഡോക്ടർ, നമ്മൾ എപ്പോഴും ഈ ഒരു ഇത്തരം പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവാറുണ്ട്. ഇപ്പോൾ നമുക്കുള്ള ഏറ്റവും വലിയ സംശയം ഇത് ഉള്ളതാണോ? നമുക്ക് എപ്പോഴും ക്രോസ് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇത് പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ വന്നതാണോ? ചില ചിത്രങ്ങൾ പോലും അത് AI ആണോ ഒറിജിനൽ ആണോ എന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്കൊക്കെ വരുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പോസ്റ്റ് 17 വയസ്സുള്ള ഒരു പെൺകുട്ടി ഇതുപോലെ നിറയെ മുടിയുള്ള ഒരു കുട്ടി ഹെയർ സ്ട്രെയിറ്റനിങ്ങിന് പോവുകയും അതിനുശേഷം ഈ താങ്കൾ പറഞ്ഞ ലക്ഷണങ്ങൾ ആ പെൺകുട്ടിക്ക് ഉണ്ടാവുകയും പരിശോധനയിൽ പിന്നീട് വലിയൊരു അസുഖമായി മാറുന്നു. അത് ഡെയിലി ഡയാലിസിസിനൊക്കെ വിധേയമാകേണ്ട അവസ്ഥയിലേക്ക് എത്തുന്നു എന്നുള്ള വലിയ ആശങ്കപ്പെടുത്തുന്ന ഒരു സ്റ്റോറി പരക്കുന്നുണ്ട്. അതിനടിയിൽ പറയുന്നത് ഈ പ്രായത്തിൻ്റെ കാര്യം കൂടി പറയുന്നുണ്ട്. 18 വയസ്സിന് താഴെയുള്ള ആളുകൾ ഒരിക്കലും ഇതൊന്നും ചെയ്യരുത് എന്നുള്ളത്. ഈ പ്രായവും ഇതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഡോക്ടർ? ഈ പെർട്ടിക്കുലർ റിപ്പോർട്ടിന്റെ ഓത്തന്റിസിറ്റിയെ കുറിച്ച് എനിക്ക് അത്ര അറിയില്ല. അത് ഇസ്രായേൽ ടൈംസ് റിപ്പോർട്ട് ചെയ്ത ഒരു കാര്യമാണ്. പക്ഷെ നമുക്ക് അതിന്റെ എന്താ പറയാ ഗ്രൗണ്ട് റിയാലിറ്റി അറിയില്ല. പക്ഷെ നമ്മുടെ ജേർണൽസിൽ പഠനങ്ങളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒക്ടോബറിൽ ഒരു പബ്ലിഷ് ടോക്സിക്കോളജി ജേർണലിൽ ഇതുപോലെ സിമിലർ കംപ്ലയിൻസുമായിട്ടൊക്കെ നമുക്ക് പഠനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിനെ ഇങ്ങനെ ഒരു പോസിബിലിറ്റി, തിയറിറ്റിക്കലിയും ഈ ഒരു പോസിബിലിറ്റി ഉണ്ട് ഓക്സലേറ്റ് ക്രിസ്റ്റൽസ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ പെർട്ടിക്കുലർ വന്ന ഇൻസിഡൻസിൽ എന്തെങ്കിലും കൂടുതൽ അവർക്ക് എക്സ്പോഷർ ഉണ്ടായിട്ടുണ്ടോ, അതോ ഇത് എല്ലാവർക്കും അതിൽ കുറച്ചും കൂടി വ്യക്തത വരാനുണ്ട്. പക്ഷേ ഈ പോസിബിലിറ്റി ഡെഫിനറ്റ്ലി ശാസ്ത്രീയമായിട്ടുള്ള ജേർണൽസിൽ വന്നിട്ടുണ്ട്. അതൊരു കാര്യം. ഏജിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ 17 വയസ്സിലെ ഈ ഇങ്ങനെയുള്ള നമ്മള് സ്ട്രെയിറ്റനിങ് പ്രൊസീജിയേഴ്സ് തുടങ്ങിക്കഴിയുമ്പോൾ അത് കൂടുതൽ നമുക്ക് മുന്നോട്ട് പോകുന്തോറും ഇത് റിപ്പീറ്റ് ആയി ചെയ്യേണ്ടത്, നേരത്തെ പറഞ്ഞ പോലെ ഇത് 3 മാസം 6 മാസം അല്ലെങ്കിൽ 1 വർഷം കൂടുമ്പോഴൊക്കെ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണല്ലോ. അപ്പൊ അത് നേരത്തെ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പ്രാവശ്യം അത് ബോഡിയിൽ നമുക്ക് എക്സ്പോഷർ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കുട്ടികളിലെ മിക്ക പ്രൊസീജിയേഴ്സും വെയിറ്റ് ചെയ്യുന്നത്. മാത്രമല്ല അവരുടെ ഇവോൾവിംഗ് സ്റ്റേജിൽ ആയതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളിൽ അവർക്ക് ഡാമേജ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അല്ലാതെ 17 വയസ്സ് 18 വയസ്സ് എന്നുള്ളൊരു കട്ട് ഓഫ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇത്ര വയസ്സ് കഴിഞ്ഞേ ചെയ്യാവൂ, ഇത്ര വയസ്സിന് മുമ്പും അബ്സല്യൂട്ട്ലി അങ്ങനെ നമുക്ക് കട്ട് ഓഫ് ആയിട്ട് പറയാൻ കഴിയില്ല. എന്നാലും തീരെ ചെറിയ കുട്ടികൾ ഇങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് തുടങ്ങുന്നതിൽ നമുക്ക് കോമൺ സെൻസിക്കലായിട്ട് തന്നെ ഇറ്റ് ഇസ് നോട്ട് വെരി ഡിസൈറബിൾ. ഇറ്റ് ഇസ് ബെറ്റർ ടു ഈ കെമിക്കൽ എക്സ്പോഷർ എല്ലാം കുറച്ചും കൂടി ഒരു അഡൾട്ട് ആയതിനു ശേഷം വരുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ. ആ ഒരു രീതിയിൽ നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഏജ് കട്ട് ഓഫ് ആയിട്ട് അങ്ങനെ പറയാൻ കഴിയില്ല. പിന്നെ മറ്റൊരു കാര്യം, ഈ ലോജിക്കലി സ്പീക്കിംഗ് ഈ പലവട്ടം ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ് കുറച്ച് കെമിക്കൽ കണ്ടന്റ് കുറവായിരിക്കും. പെട്ടെന്ന് പെട്ടെന്ന് കുറച്ച് വാഷസ് കഴിയുമ്പോൾ തന്നെ, കുറച്ച് മന്ത്സ് കഴിയുമ്പോൾ തന്നെ ഈ സ്ട്രെയിറ്റനിങ് പോകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അതിൽ വലിയ സ്ട്രോങ് ആയിട്ടുള്ള കെമിക്കൽ അല്ല യൂസ് ചെയ്തിട്ടുള്ളത് ഉള്ളതാണ്. അപ്പൊ അത് കുറച്ചും കൂടി സേഫർ ആണെന്ന് വേണം പറയാൻ. അതേസമയം വളരെയധികം നാളെ നിൽക്കുന്ന ഓൾമോസ്റ്റ് പെർമനന്റ് സ്ട്രെയിറ്റനിങ് തരുന്ന കെമിക്കൽസ് നല്ലോണം മുടിയിലത്തെ ബോൺസ്, മുടിക്ക് ഡൈസൾഫൈഡ് ബോൺസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബോൺസ് ഉണ്ട്, അത് ബ്രേക്ക് ചെയ്തിട്ടാണ് ഈ സ്ട്രെയിറ്റനിങ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ സത്യം പറഞ്ഞാൽ ഇത് ഇങ്ങനെയുള്ള ആശങ്കകൾ ഇല്ലെങ്കിൽ പോലും ഇത് ഇപ്പം നമ്മുടെ ഈ ഗ്ലൈക്കോക്സിലേറ്റിനെ സംബന്ധിച്ചിടത്തോളം കിഡ്നിയുടെ ആശങ്ക, കിഡ്നിയിൽ ഇതുപോലെ ഡാമേജ് വരുമോ എന്നുള്ള ആശങ്ക. ഫോർമാൽഡിഹൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കെമിക്കലായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നു. അതിനെ സംബന്ധിച്ച് ലുക്കീമിയ, നേസോഫാരിഞ്ചിയൽ ക്യാൻസർ അങ്ങനെയുള്ള ആശങ്ക. അതൊന്നും ഇല്ലെങ്കിൽ പോലും ഈ ഡാമേജ് വരുത്തിയിട്ടാണ് ഈ സ്ട്രെയിറ്റൻഡ് ലുക്ക് തരുന്നത് എന്നുള്ള കാര്യം നമുക്ക് പ്രത്യേകം ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്.
ഓക്കെ. ഡോക്ടർ അവിടെ പറയുമ്പോഴും നമ്മളോട് പലരും പറയുന്നുണ്ട് ഇങ്ങനെ ഇത് കെമിക്കൽ യൂസ് ചെയ്യരുത് എന്ന്. ഡോക്ടർ പറഞ്ഞതുപോലെ കോമൺ സെൻസിൽ നമുക്ക് അറിയുന്ന കാര്യമാണ്. നാച്ചുറൽ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സൊല്യൂഷൻസ് ചെയ്യുക, അതിനപ്പുറത്തേക്ക് കെമിക്കൽ ഉപയോഗിക്കരുതെന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ആശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇത് പുറത്തുള്ള കാര്യമല്ലേ, മുടി അകത്തുനിന്നല്ലേ വളരുന്നത്, ഉള്ളിൽ റൂട്ടകത്താണല്ലോ എന്നൊക്കെ ഉള്ളത്. ഈ അതിനെക്കുറിച്ച് ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത്? ഈ പറഞ്ഞ പോലെ നമ്മൾ പുറത്ത് ഈ സ്ട്രെയിറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയോ ബോൺസിനെ ബാധിക്കുമെന്നൊക്കെ അടക്കം ഡോക്ടർ പറയുന്നുണ്ടായിരുന്നല്ലോ. അതിനെക്കുറിച്ചൊന്ന് പറയാമോ, ഈ മുടി വളർച്ചയെക്കുറിച്ചും കൂടി? തീർച്ചയായിട്ടും. ഇപ്പൊ ഈ കാര്യങ്ങൾ കൂടാതെ തന്നെ മിക്കവർക്കും ഈ സ്ട്രെയിറ്റനിങ് ചെയ്യുമ്പോൾ ഇൻഹേൽ ചെയ്യുമല്ലോ, അപ്പൊ അവർക്ക് ചിലർക്ക് ആസ്മ, അലർജി മുതലായിട്ടുള്ള കാര്യങ്ങൾ വരാം. പിന്നെ ഈ സ്കിന്നും ഹെയറും ആണല്ലോ ഇതിന്റെ ഡയറക്ട്ലി അവിടെയാണല്ലോ ഇത് നമ്മൾ പെരട്ടുന്നതും. പിന്നെ അതുകൂടാതെ ഇൻസൾട്ട് ഓവർ ഇഞ്ചുറി എന്ന് പറഞ്ഞ പോലെ നമ്മൾ അതിന്റെ മുകളിൽ പിന്നെ ഹീറ്റും ഒക്കെ ഉപയോഗിച്ച് വീണ്ടും അതിനുള്ളിലേക്ക് എൻട്രി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ പല രീതിയിലും ആ ഹെയറിന് ഡാമേജ് എന്തായാലും വരും. കാരണം ഹെയറിന്റെ നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു ടെക്സ്ചർ മാറ്റി ഈ ഒരു സ്ലീക്ക് ലുക്ക് തരാൻ കിട്ടാൻ വേണ്ടി നമ്മൾ ആ ബോൺസ് ബ്രേക്ക് ചെയ്തേ പറ്റൂ, ബേസിക്കലി അതിനെ ഡാമേജ് ചെയ്തേ പറ്റൂ. അപ്പൊ അതെന്തായാലും നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മുടി കൊഴിച്ചിൽ മുതലായിട്ടുള്ള ഞങ്ങൾ സ്ഥിരം കാണാറുണ്ട്. ഹീറ്റ്, ചിലർക്ക് ഈ ചൂട് കാരണം തന്നെ ഒരു ഷോക്ക് വന്നിട്ട് ഒരു 2 to 3 months കഴിയുമ്പോൾ ഒത്തിരി മുടി പൊഴിയാറുണ്ട്. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഇന്റൻസിറ്റി ഓഫ് ഹീറ്റ്. അപ്പൊ ആ ഹീറ്റ് കൂടുന്തോറും ഈ ഒരു ഹെയർ ഫോൾ വരാനുള്ള സാധ്യത കൂടും, മുടി പൊട്ടിപ്പോവാനുള്ള സാധ്യത കൂടും. കെമിക്കലിന്റെ യൂസ്, കെമിക്കൽ എത്ര സ്ട്രോങ് ആകുന്നു അത്രയും മുടിക്ക് അതിന്റെ ആ ഒരു എഫക്റ്റ് കഴിയുമ്പോൾ റഫ് ആവാനും മറ്റുള്ള സാധ്യതകൾ കൂടും. പിന്നെ ചിലർക്ക് ഒരു എന്താ പറയാ അതിന്റെ വേറൊരു കാര്യം കൂടെ പറയണം. കണ്ടീഷനിങ് ആയിട്ടുള്ള ഹെയർ തെറപ്പീസ് ഉണ്ട്, സ്ട്രെയിറ്റനിങ് ഇല്ലാതെ കണ്ടീഷനിങ് മാത്രം. അതിന് അത്രയും ഡാമേജ് വരുന്നതല്ല. പക്ഷെ അവിടുത്തെ പ്രശ്നം വരുന്നത് ഈ കണ്ടീഷനിങ് ഏജൻസിനെ നമ്മുടെ ക്യൂട്ടിക്കൽ എന്ന് പറയുന്ന ഹെയറിന്റെ പുറത്ത് ആവരണത്തിൽ സീൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ഹീറ്റ് ഉപയോഗിക്കും. അപ്പൊ ആ ഹീറ്റിന്റെ ഡാമേജ് മാത്രമേ വരുന്നുള്ളൂ. വെറും അമിനോ ആസിഡ്സോ അങ്ങനെയുള്ള കണ്ടീഷനിങ് എന്ന് പറയുന്നത് ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത്രയും ഡാമേജ് വരുന്നില്ല. ഡാമേജ് കൂടുതൽ വരുന്നത് സ്ട്രെയിറ്റൻ ചെയ്യാൻ വേണ്ടി നമ്മൾ മുടിയുടെ ഉള്ളിലേക്ക് ഈ കെമിക്കൽസിനെ കടത്തി വിട്ട് അത് പൊട്ടിക്കുമ്പോഴാണ് ഡാമേജ് കൂടുതൽ. അപ്പൊ എല്ലാത്തിനെയും നമ്മൾ ഒരേ കണ്ണോടുകൂടി കാണരുത്. കണ്ടീഷനിങ് ട്രീറ്റ്മെന്റ്സ് മൈറ്റ് ബി ബെറ്റർ ഓഫ്. പക്ഷെ ഹീറ്റ് അവിടെയും ഉണ്ട്. അപ്പൊ ഹീറ്റ് വിൽ ഓഫ് കോഴ്സ് ഒരു ചെറിയ ഡാമേജ് എന്തായാലും ഹീറ്റ് കാരണം നമ്മൾ ഈ വെയ് ഇൻ ദ പ്രോസ് ആൻഡ് കോൺസ്. അപ്പൊ ഇപ്പോഴത്തെ ആ ലുക്കും നമ്മുടെ മുടിയുടെ സ്റ്റേർഡിനെസ്സും കൂടി കമ്പയർ ചെയ്തിട്ടാണ് നമ്മളത് ചെയ്യണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത്. വളരെ ഫ്രജൈൽ ആയിട്ടുള്ള മുടിയുള്ളവര് ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റ്സ് മുതിരാത്തതാണ് നല്ലത്. പിന്നെ വരുന്നത് സ്കിന്നിലുള്ള അലർജി. ഇപ്പൊ ഹെയറിൽ ഇങ്ങനെയൊക്കെയുള്ള ഡാമേജ് ഹെയർ ഫോൾ ഒക്കെ വരാം. നമുക്ക് തന്നെ അറിയാം, അവർ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഷാംപൂസും ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ഈ ഡാമേജ്ഡ് ഹെയർ ആയിട്ടാണ് പിന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യുക. കളർ ചെയ്താലും സ്ട്രെയിറ്റൻ ചെയ്താലും ഒക്കെ അതിന് വേണ്ടിയിട്ടുള്ള കണ്ടീഷണേഴ്സും എല്ലാം മസ്റ്റ് ആണ്. ഇല്ലെങ്കിൽ മുടിക്ക് ഫോള് വരാനും അത് ഡാമേജ് വരാനും പൊട്ടിപ്പോവാനും ഒക്കെ ചാൻസ് കൂടുതലാണ്. സ്കിന്നിനെയും പ്രൊട്ടക്ട് ചെയ്തിട്ടാണ് മിക്ക നല്ല പാർലേഴ്സിലും സ്റ്റൈലിസ്റ്റുകളൊക്കെ ഇത് ചെയ്യുന്നത്. പ്രൊട്ടക്ട് ചെയ്യേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം സ്കിന്നിൽ നേരെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും അത് ഒരു ഡാമേജ് വരുത്താനുള്ള സാധ്യതയുണ്ട്. അതിൽ അലർജി, കോൺടാക്ട് ഡെർമറ്റൈറ്റിസ് ഒക്കെ ഞങ്ങൾ കാണാറുണ്ട്. പിന്നെ ഇൻഹലേഷനിൽ ഞാൻ പറഞ്ഞു. പിന്നെ മറ്റുള്ള ഈ പറഞ്ഞ പോലെ എങ്ങനെയാണ് ഇത് ഇത്രയും ക്വാണ്ടിറ്റിയിലുള്ളിൽ നമ്മുടെ ബ്ലഡ് സ്ട്രീമിൽ കലരുന്നത് എന്നുള്ളത് നമ്മൾ പഠനത്തിന് വിധേയമാക്കേണ്ടതാണ്. ഈ ഇൻഡിവിജ്വൽ കേസസിൽ കൂടുതൽ എമൗണ്ട് ഉപയോഗിച്ചോ, എന്ത് ടൈപ്പ് ഇൻഗ്രീഡിയൻസ് ആണ് ഉപയോഗിച്ചത്, മറ്റ് ഹീറ്റ് സെറ്റിംഗ്സ് എന്തായിരുന്നു, ഇതെല്ലാം നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് അതില് വ്യക്തത വരുള്ളൂ. ഇത്രയും ഈ ഒരു സ്ട്രെയിറ്റനിങ് ഏജന്റ് ഉള്ളിലേക്ക് പോയി ഇത്രയും ഡാമേജ് ഉണ്ടാക്കി എന്നുള്ള കാര്യത്തിൽ നമുക്ക് അതിൽ വ്യക്തത വരാനുണ്ട്. ഓക്കെ ഡോക്ടർ, നമ്മൾ ഹെയർ ട്രീറ്റ്മെൻറ്റുകളെ കുറിച്ച് സംസാരിക്കുന്നു. അത് കിഡ്നി ഏത് രീതിയിൽ ബാധിക്കുന്നു, റെസ്പിറേഷൻ ഏത് രീതി ബാധിക്കുന്നു, അതൊക്കെ നമ്മൾ പറയുന്നു. ഈ ട്രീറ്റ്മെൻറ്റ്സിൻ്റെ കൂടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നതാണ് ഈ ഹെയർ ഫിക്സിങ് പോലെയുള്ള കാര്യങ്ങൾ. അത് നമുക്ക് ദോഷകരമായിട്ടുള്ള കാര്യമല്ല എന്നൊക്കെ പറഞ്ഞാണ് പരസ്യങ്ങളും മറ്റും കാണുന്നത്. ഒരുപാട് പേര് അതിലേക്ക് പോകുന്നുമുണ്ട്. അതേസമയം പേടി കൊണ്ട് അതിലേക്ക് പോകാത്ത ഒരുപാട് ആളുകളുണ്ട്, പ്രത്യേകിച്ച് പുരുഷന്മാർ. ഹെയർ ഫിക്സിങ്ങിലേക്ക് കൂടുതൽ പോകുന്നത് പുരുഷന്മാരാണെന്ന് തോന്നുന്നു. എന്താണ് ഡോക്ടർ അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഈ ജനിതകപരമായിട്ടൊക്കെ ഉണ്ടാകുന്ന ഈ കഷണ്ടി, അല്ലെങ്കിൽ പ്രായം കൊണ്ട് പിന്നീട് ഉണ്ടാകുന്ന കഷണ്ടിയൊക്കെ അവിടെയൊക്കെ മുടി കിളിർക്കുമോ? ഈ ഹെയർ ഫിക്സിങ്ങിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് സത്യം പറഞ്ഞാൽ എനിക്ക് ഐ എം നോട്ട് അവെയർ. പല രീതിയിലുള്ള ഗ്ലൂസ് അവർ ഉപയോഗിക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഹെയർ പീസസ് ഉണ്ട്, അതിൽ ക്ലിപ്സ് ആണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ആകെ മുടിക്ക് വരാവുന്ന ഒരു ദോഷം എന്ന് പറയുന്നത് അവിടെ പ്രഷർ സൈറ്റ്സിൽ ഡെഫിനറ്റ്ലി മുടി കുറയാനുള്ള ചാൻസ്. നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള മുടി സ്ഥിരമായിട്ട് ഈ ക്ലിപ്സ് ഇരിക്കുന്നിടത്ത് അവിടെ നമുക്കൊരു വേദന പോലെ വരാനും അവിടുത്തെ സ്കിന്നിന് ഡാമേജ് വരാനും
അവിടുത്തെ മുടി ആ ഒരു കുറെ നാളത്തെ ഫ്രിക്ഷനും പ്രഷറും കാരണം പോകാനുള്ള സാധ്യത, അങ്ങനെ പേഷ്യൻസ് വരാറുണ്ട്. പക്ഷെ ഈ ഹെയർ ഫിക്സിംഗ് എന്ന് പറയുന്ന ഒരു വളരെ ജനറിക് ടേം ആണ്. അതിൽ തന്നെ പല രീതിയിലാണ്. ചിലർ ഹെയർ പീസസ് ആണ് ഉപയോഗിക്കുക, ചിലർ ക്ലിപ്പ് ഓൺസ് ആണ്. ഡിപ്പെൻസ് അപ്പോൺ ദാറ്റ്. അപ്പൊ ആ ട്രാക്ഷൻ ഒഴിച്ചു കഴിഞ്ഞാൽ അവരവൻ കംഫർട്ടബിൾ ആണെങ്കിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. മുടി പൊഴിയുകയോ അവിടെ സ്കിന്നിൽ ബുദ്ധിമുട്ടോ വരുവാണെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. അതൊരു കാര്യം. പിന്നെ ഈ എന്തിനാണ് നമ്മൾ ഈ ഫിക്സ് ചെയ്യുന്നത്, അതിന്റെ അണ്ടർലൈൻ കണ്ടീഷൻ എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ എപ്പോഴും നോക്കണം. അത് ട്രീറ്റബിൾ ആണോ ട്രീറ്റബിൾ അല്ലയോ എന്നുള്ളത്. ഇപ്പൊ മെയിൽ പാറ്റേൺ ബോൾഡ്നെസ്, അതായത് ആണുങ്ങളുടെ കഷണ്ടിയാണ് ഏറ്റവും കോമൺ ആയിട്ട് ഹെയർ ഫിക്സിങ് ആൾക്കാർ ചെയ്യുന്ന ഒരു ഇൻഡിക്കേഷൻ. അതിനിപ്പോ ഒരുപാട് പണ്ടൊക്കെ നമ്മൾ അസൂയക്കും കഷണ്ടിക്കും മരുന്നില്ല എന്നൊക്കെ പറഞ്ഞാലും ഇപ്പൊ ഒരുപാട് മരുന്നുകൾ, ഉള്ളിലേക്ക് കഴിക്കുന്ന മരുന്നുകൾ, പുരട്ടുന്ന മരുന്നുകൾ, പ്രൊസീജിയേഴ്സ് ആയിട്ട് ട്രീറ്റ്മെന്റ്, അങ്ങനെ ഒത്തിരി ഉണ്ട്. 100% എന്നല്ലെങ്കിൽ പോലും ഒരുപാട് അതിനകത്ത് നമുക്ക് പ്രോഗ്രഷൻ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. എപ്പോഴും ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ടെങ്കിൽ ഏർലിയർ ദ ബെറ്റർ. നമ്മുടെ ഹെയർ ഫോളിക്കിൾസ് എല്ലാം ഒരുമാതിരി ടിന്നായി അട്രോഫി ആയി പോയതിനു ശേഷം നമ്മൾ പിന്നെ ഈ ട്രീറ്റ്മെന്റ് അത് പരത്തുന്നതായാലും കഴിക്കുന്നതായാലും എടുത്തിട്ട് വലിയ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ട്രാൻസ്പ്ലാന്റ് പോലുള്ള ചികിത്സകളെ ഫലവത്താവുകയുള്ളൂ. പക്ഷെ ഏർലി സ്റ്റേജസിൽ ഡെഫിനറ്റ്ലി അതിന്റെ പ്രോഗ്രഷൻ തടയാനും ഒരു പരിധി വരെ റീഗ്രോത്ത് കൊണ്ടുവരാനും ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് സാധിക്കും. പക്ഷെ അതിനെല്ലാത്തിനും പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട്. അത് നമ്മുടെ ട്രീറ്റിംഗ് ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് വേണം നോക്കാൻ. അല്ലാതെയും കുറെ അസുഖങ്ങളുണ്ട്. വെറുതെ നമ്മുടെ ന്യൂട്രീഷണൽ ആയിട്ടും പോഷകക്കുറവുകൊണ്ട്, ഹോർമോൺ തകരാറുകൊണ്ടുള്ള മുടി കൊഴിച്ചിൽ, അതൊക്കെ ട്രീറ്റബിൾ ആണ്. പിന്നെ അലോപേഷ്യ ഏരിയേറ്റ എന്നൊക്കെ പറഞ്ഞ് വട്ടത്തി പോകുന്ന, പിന്നെ ഈവൻ ഇൻഫാക്ട് ഫുൾ പോകാവുന്ന തരത്തിലുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഹെയർ ലോസുകളുണ്ട്. പിന്നെ ജനിതകമായിട്ടുള്ള ചില ഹെയർ ലോസ് വിച്ച് ആക്ച്വലി വി കനോട്ട് ട്രീറ്റ് ദാറ്റ് വെൽ. ജനിതകമായിട്ടുള്ള ജനറ്റിക് മ്യൂട്ടേഷൻസ് കൊണ്ടുള്ള ഹെയർ ലോസ് ആണ് ട്രീറ്റ് ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ട് വരുന്നത്. അതിനൊക്കെ വീക്സ് അല്ലാതെ മറ്റു ഓപ്ഷൻസ് നമുക്ക് കുറവാണ്. ഇത് കൂടാതെ കീമോതെറപ്പി കഴിഞ്ഞിട്ട് ഹെയർ ലോസ് വരുന്നവരുണ്ട്. അങ്ങനെ പല രീതിയിൽ. സോ ഐ തിങ്ക് ഇറ്റ് ഹാസ് ടു ബി ഇൻഡിവിജ്വൽ കേസ് ടു കേസ് ബേസിസിൽ നമ്മൾ ഡോക്ടറുമായിട്ട് സംസാരിച്ചിട്ട് വേണം അത് തീരുമാനിക്കാൻ. എന്ത് ട്രീറ്റ്മെന്റ് വേണം, അതോ ഇനിയിപ്പോ നമുക്ക് ഹെയർ ഫിക്സിംഗ് മാത്രമേ ഒരു ഓപ്ഷൻ ഉള്ളൂ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതാണ്. ഓക്കെ ഡോക്ടർ, നമ്മൾ ഈ തലമുടിയും നമ്മുടെ സ്കിന്നും അത് തമ്മിൽ നല്ല ബന്ധമുള്ള ഒരു കാര്യമാണല്ലോ. ഈ തലയിലെ നമ്മുടെ സ്കിന്നും ബാക്കിയുള്ള നമ്മുടെ ബോഡിയിലെ സ്കിന്നും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. നമ്മൾ ഈ തിളക്കമുള്ള കഷണ്ടി എന്നൊക്കെ പറഞ്ഞ പോലെ ഈ കഷണ്ടിയുടെ കാലയളവ് കൂടുന്തോറും അവിടെ ശരിക്കും ഒരു കണ്ണാടി പോലത്തെ ഒരു പ്രതലത്തിലേക്കൊക്കെ തലയിലെ ഈ സ്കിന്ന് മാറാറുണ്ട്. അവിടെ പിന്നെ ഈ രോമവളർച്ചയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ ഡോക്ടർ? എന്താണ് ആ സ്കിന്നിന്റെ പ്രത്യേകത? അത് അതിനർത്ഥം സ്കാൽപ്പ് അല്ലെങ്കിൽ ശിരോചർമ്മം. ശിരോചർമ്മം എന്ന് പറയുന്നത് സ്കിൻ തന്നെയാണ്. പക്ഷെ അത് ഏറ്റവും കൂടുതൽ രോമം, ഡെൻസിറ്റി ഓഫ് ഹെയർ ഫോളിക്കിൾസ് ഉള്ള സ്ഥലമാണ്. അതാണ് മറ്റു ചർമ്മത്തിനെ അപേക്ഷിച്ച് ഏറ്റവും വലിയ വ്യത്യാസം. ഏറ്റവും കൂടുതൽ രോമകൂപങ്ങൾ ഉള്ളത് ഈ ശിരോചർമ്മത്തിലാണ്. അപ്പൊ കുഞ്ഞ് ജനിക്കുമ്പോൾ നമ്മൾ സാധാരണ സ്കിൻ പോലെയല്ലേ കുഞ്ഞിന്റെ തലയിലെ ശിരോചർമ്മം ഇരിക്കുക. ചില കുഞ്ഞുങ്ങൾക്ക് ജനിക്കുമ്പോഴും മുടിയുണ്ടാവും. പക്ഷെ പിന്നെ പിന്നെ അവിടെ കൂടുതൽ നമ്പേഴ്സ് ഓഫ് ഹെയർസ് ഡെവലപ്പ് ചെയ്യും. ആൻഡ് അവിടെ ജനിക്കുമ്പോഴേ ടെർമിനൽ ഹെയർസ് ആണുള്ളത്. നമ്മുടെ ദേഹത്തെ സ്കിന്നിലെല്ലാം കുറച്ചുകൂടി നനുത്ത രോമമാണ് ഉണ്ടാവുക. ഇവിടെ അങ്ങനെയല്ല, നല്ല കറുത്ത കട്ടിയുള്ള രോമങ്ങളാണ്. ഒരു രോമകൂപത്തിൽ നിന്ന് തന്നെ ബഞ്ച് ഓഫ് ഹെയർസ് ആണ് പുറത്തേക്ക് വരുന്നത്. പിന്നെ അവിടെ നല്ലോണം എന്താ പറയാ സെബേഷ്യസ് ഗ്രന്ഥികൾ, എണ്ണഗ്രന്ഥികളുണ്ട്, എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന. അതും കൂടുതലുള്ള, അതുകൊണ്ടാണ് നമുക്ക് ഈ താരൻ വരുന്നത്. അതാണ് വേറൊരു ഡിഫറൻസ്. നമ്മുടെ മറ്റ് ഭാഗത്തെ ചർമ്മത്തെക്കാട്ടിലും തലയിലെ ശിരോചർമ്മത്തിനുള്ള ഡിഫറൻസ്, അവിടെ നല്ലോണം എണ്ണഗ്രന്ഥികൾ എണ്ണ ഉൽപ്പാദിപ്പിക്കും. അത് കൂടുതലാവുമ്പോഴാണ് നമുക്ക് താരൻ പോലുള്ള അവിടെ സ്കെയിൽസും ക്രസ്റ്റിങ്ങും ഒക്കെ ആയിട്ട് വരുന്നത്. പിന്നെ മുഖത്ത് വരുന്ന പോലെ തന്നെ ചില ആൾക്കാർക്ക് അവിടെ കുരുക്കളും വരാറുണ്ട് മുഖത്ത്. ബിക്കോസ് ഈ എണ്ണ ഉൽപാദനം കൂടിയിട്ട് എണ്ണ വന്ന് ബ്ലോക്ക് ചെയ്യുമ്പോഴൊക്കെ കുരുക്കൾ വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പൊ ഈ കഷണ്ടി പോലെ വരുമ്പോ എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ ആക്ച്വലി അതൊരു മുടി കൊഴിച്ചിലല്ല, മുടി തിന്നാവലാണ് അവിടെ സംഭവിക്കുന്നത്. സാധാരണ മുടി കൊഴിച്ചിൽ നിന്നുള്ള മെയിൻ വ്യത്യാസവും അതാണ്. കഷണ്ടിയുള്ള ഒരാൾക്ക് കറുത്ത കട്ടിയുള്ള ടെർമിനൽ ഹെയർ എന്ന് പറയുന്ന രോമം തിന്നായി അതിന്റെ ഡയമീറ്റർ കുറഞ്ഞ് ശരീരത്തിലെ രോമം പോലെ നനുത്തതായി മാറുന്നു. അപ്പൊ ഈ കഷണ്ടി പ്രോഗ്രസ് ചെയ്ത് കുറെ നാൾ കഴിഞ്ഞിട്ട് നമ്മൾ കഷണ്ടിയുള്ള ഒരാളുടെ തലയിലൊന്നും തടവി നോക്കിക്കഴിഞ്ഞാൽ നനുത്ത രോമങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഇറ്റ്സ് എൻറ്റയർലി ബോൾഡ്, അങ്ങനെയല്ല. പിന്നെ വർഷങ്ങൾ കഴിയുമ്പോഴാണ് രോമകൂപങ്ങൾ അട്രോഫി, അതായത് ഇങ്ങനെ തിന്നായി രോമകൂപമേ നശിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ. ഇതിനകത്ത് ഈ ഡോമോസ്കോപ്പ് എന്ന് പറഞ്ഞൊരു ഉപകരണം ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട് ഈ രോമകൂപത്തെ നോക്കാൻ. അപ്പൊ നമുക്ക് പിന്നെ അതെല്ലാം എംപ്റ്റി ആയിട്ട് വെറും ഫാറ്റ് മാത്രം ആ ഓപ്പണിങ്ങില് രോമമൊക്കെ നശിച്ച് ഒന്നും ഇല്ലാതാവുന്ന ഒരു അവസ്ഥയിലേക്ക് പതിയെയാണ് എത്തുക. അപ്പോ അവിടെ അങ്ങനെ എംപ്റ്റി ആയി അട്രോഫീഡ് ആയിട്ടുള്ള രോമകൂപങ്ങളിൽ പിന്നെ രോമം വളർത്താൻ ബുദ്ധിമുട്ടാണ്. ആ രോമം തിന്നാവുന്ന സ്റ്റേജില്, അതായത് നല്ല കട്ടിയുള്ള 5-6 മുടി ഒരുമിച്ചൊരു രോമത്തിൽ നിന്ന്
രോമകൂപത്തിൽ നിന്ന് വരുന്ന പോലത്തെ സ്റ്റേജിൽ നിന്ന് അത് കുറഞ്ഞ് കുറഞ്ഞ് തിന്നാവുന്ന സ്റ്റേജിൽ നമ്മൾ ട്രീറ്റ്മെന്റ് ആരംഭിച്ചാൽ ഇറ്റ് ഇസ് ഡെഫിനറ്റ്ലി മോർ പോസിബിൾ ടു അറസ്റ്റ് ദ പ്രോഗ്രഷൻ. അതിന്റെ ആ ഒരു പ്രോഗ്രഷൻ നിർത്താനും റീഗ്രോത്ത് ഇൻഡ്യൂസ് ചെയ്യാനും പറ്റും. മാത്രമല്ല കഷണ്ടി പോലത്തെ ഹെയർ ലോസിൽ നമുക്ക് കൂടുതലും ഈ ഒരു പാറ്റേണിങ് കാണാറുണ്ട്. അതായത് ഈ ഭാഗം യൂഷ്വലി സ്പെയർഡ് ആയിരിക്കും ആണുങ്ങളുടെ, ശ്രദ്ധിച്ചിട്ടില്ലേ? ബാക്കിലെ മുടി ഒരിക്കലും എഫക്റ്റഡ് ആവില്ല, കാരണം അതൊരു ഹോർമോണൽ ഹെയർ ലോസ് ആണ്. പുരുഷ ഹോർമോണുകൾ ഒരു 15-16 വയസ്സ് കഴിയുമ്പോൾ പൊങ്ങുമ്പോൾ ഈ രണ്ട് ഭാഗത്തും പിന്നെ ഈ ഒരു വേർട്ടെക്സ്, ഈ ഒരു നടുഭാഗത്തുമാണ് കൂടുതലായിട്ട് മുടി പോവുക. അല്ലാതെ ഈ ബാക്ക് പോർഷൻ ഏറ്റവും ലാസ്റ്റ് മാത്രമേ എഫക്റ്റഡ് ആവാറുള്ളൂ. അത് ആ ഒരു പ്രിൻസിപ്പിൾ ആണ് നമ്മൾ ഹെയർ ട്രാൻസ്പ്ലാന്റിൽ ഉപയോഗിക്കുന്നത്. അതായത് ഈ ബാക്കിലെ മുടികള് ഈ ഹോർമോണിന്റെ ആക്ഷനോട് റെസിസ്റ്റന്റ് ആണ്. അപ്പൊ ഈ മുടികളെടുത്ത് നമ്മൾ ഇങ്ങോട്ടേക്ക് ഞാറ് നടുന്ന പോലെ നടുമ്പോൾ ഈ മുടികൾ അതിന്റെ ഒറിജിനൽ ക്യാരക്ടറിസ്റ്റിക് റീറ്റെയിൻ ചെയ്യും. അതായത് വീണ്ടും ഹോർമോൺ ആക്ട് ചെയ്താലും അവര് തിന്നാവില്ല. ആ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ബാക്കിലുള്ള ഡോണർ സൈറ്റ്സ് ഇവിടെയാണ്, ഇവിടെ നിന്നുള്ള മുടികൾ ഈ തിന്നായിട്ടുള്ള 2 നെറ്റി കയറുക, നടുക്കുള്ള മുടി തിന്നാവോ, ഇവിടേക്ക് നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിന്റെ മെയിൻ പ്രിൻസിപ്പിൾ അതാണ്. അപ്പൊ മൊത്തം മുടി പോകുന്നതിന് മുമ്പ് ട്രാൻസ്പ്ലാന്റ് ചെയ്യണം അല്ലേ? പുറകിൽ നിന്ന് എടുത്ത് ട്രാൻസ്പ്ലാന്റ് നേരത്തെ ചെയ്താൽ റിസൾട്ട് ബെറ്റർ ആയിരിക്കും, വളരെ ബെറ്റർ ആയിരിക്കും. പക്ഷെ ട്രാൻസ്പ്ലാന്റ് ഈവൻ ലാസ്റ്റ് സ്റ്റേജസിലും ചെയ്യാൻ പറ്റും. പക്ഷെ അത്രയും ആദ്യം ചെയ്യുന്ന അത്രയും ഇംപ്രൂവ്മെന്റ് ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ ട്രീറ്റ് ചെയ്താൽ മെഡിക്കൽ ട്രീറ്റ്മെന്റ്സും വർക്ക് ചെയ്യും. പരട്ടുന്ന മരുന്നുകളും കഴിക്കുന്ന മരുന്നുകളും ഒക്കെ വർക്ക് ചെയ്യും. ഒരു പരിധി കഴിഞ്ഞ് പിന്നെ മൊത്തം നശിച്ചു കഴിഞ്ഞാൽ ട്രാൻസ്പ്ലാന്റ് മാത്രമേ ഒരു ഓപ്ഷൻ ആയിട്ട് ബാക്കി ഉണ്ടാവുള്ളൂ. ഹാവിങ് സെഡ് ദാറ്റ്, എന്ത് ട്രീറ്റ്മെന്റും ട്രാൻസ്പ്ലാന്റ് അടക്കം earlier the better. ഓക്കെ, ഒരു കാര്യം കൂടി ഡോക്ടർ, നമ്മൾ സംസാരിക്കുന്ന ട്രീറ്റ്മെൻറ്റുകളെ കുറിച്ചാണെങ്കിലും എപ്പോഴും ഇത് പോകാതിരിക്കാൻ, മുടി പൊഴിഞ്ഞു പോകാതിരിക്കാനും നാച്ചുറലായിട്ടുള്ള റെമഡീസും ആണല്ലോ ആളുകളും ആഗ്രഹിക്കുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നവരും അതായിരിക്കും ആഗ്രഹിക്കുന്നത്. ഡോക്ടർ, ഈ എണ്ണകളുടെ ഉപയോഗം അത് സത്യത്തിൽ ശരിക്കും എഫക്റ്റീവ് ആണോ? നമ്മൾ പരസ്യങ്ങളിൽ കാണാറുള്ള എണ്ണകളുടെ ഉപയോഗം നന്നായി, അത് അവർ യൂസ് ചെയ്യേണ്ട വിധം പോലും പറഞ്ഞു തരും. നന്നായി സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുക, 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക, അതിനുശേഷം മൈൽഡായിട്ടുള്ള ഷാമ്പു ഉപയോഗിച്ച് കഴുകിക്കളയുക, ഇതൊക്കെ പറയാറുണ്ട്. ഒരു വശത്ത് സ്കിൻ ഡോക്ടേഴ്സ് പറയാറുണ്ട് ഈ എണ്ണ അത് അത്രയ്ക്ക് അങ്ങോട്ട് ഫലം കാണുന്ന സാധനമല്ല, വെറുതെ ഒരു മോയ്സ്ചറൈസിങ് ഇത് മാത്രമാണ് അതിനുള്ളത്. എന്താണ് സത്യത്തിൽ എണ്ണ തേച്ചിട്ട് വല്ല ഗുണമുണ്ടോ ഡോക്ടർ? ഈ എണ്ണ ഒരു കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക് ആണ്. എണ്ണയുടെ ഒരു മെയിൻ ഗുണം ഞാൻ കാണുന്ന ഒരു കൾച്ചറിൽ, നമ്മൾ പ്രത്യേകിച്ച് മലയാളികൾ ഇങ്ങനെ കാച്ചി എണ്ണയൊക്കെ ഇട്ട് ശീലിച്ചവരാണ്. അപ്പൊ അതുകൊണ്ട് മറ്റു ചില ഗുണങ്ങൾ ആൾക്കാർ, എണ്ണ ബേസിക്കലി ഒരു കണ്ടീഷനിങ് ഏജന്റ് ആണ്. അതായത് നമ്മുടെ മുടിയെ കോട്ട് ചെയ്യും. മുടിയുടെ നാരുകളില്ലേ, മുടിയുടെ സ്കാൽപ്പിലെക്കാട്ടിലും കൂടുതൽ നാരുകളെ കോട്ട് ചെയ്ത് നമ്മൾ അല്ലാതെ ചീവുമ്പോഴും ചിക്കുമ്പോഴും കാറ്റടിച്ചാലും ഒക്കെ അത് പൊട്ടാതെ അതിനൊരു ലൂബ്രിക്കന്റ് ആയിട്ട്, അതാണ് മെയിൻ ആയിട്ടും എണ്ണ. അല്ലാതെ എണ്ണയ്ക്ക് നമുക്ക് മാജിക്കൽ പവേഴ്സ് ഒന്നും ആട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഞങ്ങൾ ഏറ്റവും ഫേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഈ റോസ്മേരി ഓയിലിനെ കുറിച്ചാണ്. പലതരം എണ്ണകളും റോസ്മേരി, ഇപ്പൊ കറന്റ് ഫാഷൻ റോസ്മേരി ഓയിലാണ്, നേരത്തെ ആർഗൻ ഓയിലായിരുന്നു. അങ്ങനെ ഇങ്ങനെ ട്രെൻഡുകൾ മാറി മാറി മറിയും. അപ്പൊ റോസ്മേരി ഓയിലിന് ചിലർക്ക് ചില സ്റ്റഡീസിൽ ഒരു ചെറിയ വീക്ക് പെപ്റ്റൈഡിന്റെ അത്രയും ഒരു ഹെയർ ഗ്രോത്ത് സ്റ്റിമുലേറ്ററി എഫക്ട് ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിന് ഒരുപാട് എവിഡൻസ് ഇല്ല. മാത്രമല്ല നമ്മുടെ എക്സ്പീരിയൻസിലും റോസ്മേരി ഓയിൽ തേച്ചുകൊണ്ട് എല്ലാ മുടി കൊഴിച്ചിൽ പോവുകയും മുടി ഇവിടം തൊട്ട് ഇവിടം വരെ വളരും, ദാറ്റ് ഇസ് നോട്ട്, നമുക്കറിയാലോ, അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ചില എണ്ണകളിലെ ചില ആക്റ്റീവ്സ് ചിലർക്ക് ഒരു എന്താ പറയുക സ്റ്റിമുലേറ്ററി എഫക്ട് ചിലപ്പോൾ വരുത്തിയേക്കാം. അതിൽ എവിഡൻസ് ഇപ്പൊ ഒന്നും പറയാറായിട്ടില്ല. മെയിൻ ആയിട്ട് എണ്ണ ഒരു കണ്ടീഷണർ ആണ്, ഒരു ലൂബ്രിക്കന്റ് ഏജന്റ് ആണ്. പിന്നെ ഭയങ്കരമായിട്ട് താരനൊക്കെ കൂട്ടിയിരിക്കുമ്പോൾ നമ്മൾ എണ്ണ വെട്ടായി ഭയങ്കരമായിട്ട് തേച്ച് അതിന്റെ കൂടെ വിയർപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ താരൻ കൂടാനും സ്കാൽപ്പില് മറ്റ് ബാക്ടീരിയയും ഫംഗസും ഒക്കെ ആവാനും സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസ്, പെർട്ടിക്കുലർലി നമ്മുടെ ഹ്യൂമിഡ് വെതർ ആയതുകൊണ്ട് എണ്ണ തേച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒരു മൈൽഡ് ഷാമ്പൂ ചെയ്ത് കളയണം നമ്മൾ പറയാറുണ്ട്. ചില ഓയിൽ മസാജസിന് ഒരു സ്റ്റിമുലേറ്ററി റോൾ ഉണ്ട്. നമ്മൾ മസാജ് ചെയ്യുമ്പോഴത്തേക്കും സ്കാൽപ്പിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കൂട്ടി, ആൻഡ് സം പീപ്പിൾ ഫീൽ, അപ്പൊ അങ്ങനെ ഒരു എണ്ണ തേക്കുന്നതിനോട് ഒരു കൾച്ചറൽ ഉള്ള രീതിയിലും കണ്ടീഷണർ എന്നുള്ള രീതിയിലും ലൂബ്രിക്കന്റ് എന്നുള്ള രീതിയിലും നമുക്ക് ആർക്കും എതിർപ്പില്ല. പ്രശ്നം വരുന്നത് ഈ റോസ്മേരി ഓയിൽ മറ്റേത് എല്ലാം ഈ ഇത്ര ചെറിയ പൈസക്ക് കിട്ടുന്ന സാധനം 2000-3000 രൂപയ്ക്കാണ് അവർ വെക്കുന്നത്. അവിടെയാണ് പ്രശ്നം വരുന്നത്, കബളിപ്പിക്കപ്പെടരുത്. അതാണ് പ്രശ്നം. ശരി, വ്യക്തമാണ് ഡോക്ടർ. എന്തായാലും അതാണ് കബളിക്കപ്പെടരുത് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും, നമ്മൾ ഈ ചർച്ചയുടെ അവസാനത്തേക്ക് എത്തുമ്പോൾ നമുക്ക് പറയാനുള്ളത്. പ്രേക്ഷകരോടൊപ്പം ഈ കെമിക്കൽ ഹെയർ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുന്നവർ, ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്നുള്ളവർ കൃത്യമായി അത് എന്ത് പ്രോഡക്റ്റാണ്, അത് ആരാണ്, എവിടെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഉറപ്പിക്കുക. അതുതന്നെയാണ് പറയാനുള്ളത്. താങ്ക് യു ഡോക്ടർ, ഞങ്ങൾക്ക് ഇത്രയും സമയം നൽകിയതിന്. വീണ്ടും കാണാം. നമസ്കാരം. ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.